മറ്റൊരു ജീവിയുടെ ജീവനെ എടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ഇതൊക്കെ ചെല്ലുന്നു. ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഒരു സ്ഥലത്ത് ഒരു SNS ഒരു സമിതിയിൽ അനുകമ്പാദശകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതിയുണ്ടല്ലോ, അത് പൂർത്തീകരിച്ചു. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആദ്യത്തെ വരി തന്നെയാണ്, ഒരു പീഡ ഉറുമ്പിന് പോലും വരുത്തരുത്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ഒരു ഉറുമ്പിന് പോലും നമ്മൾ നോവിക്കരുത് എന്നാണ് ആര് പറയുന്നത്? ഗുരുദേവൻ. എന്താ ഉറുമ്പിനെ മാത്രം പറയണത്? ആ ഉറുമ്പ് എത്ര ചെറിയ ജീവി, നമ്മൾ തീരെ പരിഗണിക്കാത്ത ജീവി. നമ്മുടെ അടുക്കളയിൽ തേങ്ങാമൂടി തിന്നാൻ വരുമ്പോഴോ പഞ്ചസാര എടുക്കാൻ വരുമ്പോഴോ നമ്മൾ അതിനെ പീച്ചി കൊല്ലും, ഇല്ലേ? ഉറുമ്പിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു വോളണ്ടിയർമാർ പോലും ഇടപെടാത്ത ഒരു അച്ചടക്കം ഉറുമ്പിനുണ്ട്. ഒരു അരിമണി താങ്ങിക്കൊണ്ടുപോകാൻ ഒരു ഉറുമ്പല്ല, അനേകായിരം ഉറുമ്പുകൾ. ഷെയറിങ്, പങ്കുവെക്കൽ. ഇത് നമുക്ക് പങ്കുവെക്കില്ല. നമ്മൾ ഇന്നത്തെ കുട്ടികളോട് അവൻ്റെ പെൻസിലോ കട്ടറോ റബ്ബറോ എന്തെങ്കിലും ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ തരില്ല. അവൻ്റെ പുസ്തകം ഒന്ന് ചോദിച്ചാൽ, അവൻ്റെ പേന ഒന്ന് ചോദിച്ചാൽ, അത്രയും സ്വാർത്ഥതയാണ് ഇന്ന് പങ്കുവെക്കല് ഇല്ല. അതിൻ്റെ ധർമ്മമൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയിരിക്കും. അപ്പൊ ഗുരുദേവൻ ഉറുമ്പിനെ അധികരിച്ച് പറഞ്ഞു, ഉറുമ്പിനെ പോലും നമ്മൾ വെറുതെ വിടുന്നിടത്താണ് വലിയ വലിയ ജീവികളെയൊക്കെ നമ്മൾ വെറുതെ വിടുള്ളൂ, അല്ലേ? ഈ അനുകമ്പാദശകമൊക്കെ പഠിച്ചതിന് ശേഷം അവരുടെ തന്നെ ഒരു കല്യാണത്തിന് ഞാൻ പോയി. അവിടെ റിസപ്ഷനാണ് നമ്മൾ ചെന്ന് എത്തിയത്. അവിടെ ചെന്ന് വെജിറ്റേറിയൻ സൈഡ് ഞാൻ ഇവരെ ആരെയും കണ്ടില്ല, ഇവരൊരാളെയും കണ്ടില്ല. അനുകമ്പാദശകം പഠിച്ച് ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ വെറുതെ പഠിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ പകർത്തുന്നില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ ശ്രദ്ധേയമായ കൃതിയാണിത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഉറുമ്പിനെ നമ്മൾ ചവിട്ടുന്നുണ്ടോ അതിനെ കൊല്ലുന്നുണ്ടോ നോക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ എന്താണ് ഗുരുദേവൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത്രയും ശ്രദ്ധാലുവായിട്ടാണ് നമ്മൾ ഈ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് എന്നുള്ള ബോധ്യപ്പെടുത്തലിലേക്കാണ് ഈ കൃതികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അമ്മയുടെ ഗർഭത്തിലെ മാംസപിണ്ഡമായിരിക്കുന്ന സമയം തൊട്ടുള്ള കണക്കുകൾ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഗുരുദേവൻ പറയുന്നത് നമ്മൾ ഉണ്ടായത് എങ്ങനെയാണ്? അഗ്നിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു ഹോമമുണ്ട വലിയുന്നുണ്ട്. നമ്മൾ ഇടുന്ന വസ്തുക്കൾക്കനുസരിച്ചിരിക്കും അതിൽ നിന്ന് വരുന്ന ഗ്യാസ്. ആടിനെയാണ് ഇടുന്നെങ്കിൽ അങ്ങനെ, കോഴിയാണ് ഇടുന്നെങ്കിൽ അങ്ങനെ. ഇതൊന്നും കഴിക്കണ്ടെന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്പിരിച്വാലിറ്റി ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ചാൽ മതി. വളരെ ശാസ്ത്രീയമായി നിങ്ങൾ ചിന്തിക്കൂ. ഒരു കോഴിക്കടയിൽ പോയി ഒരു കോഴിയെ നമ്മൾ വാങ്ങിക്കുകയാണ്, ചിക്കൻ. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ആ കോഴിയെ കഴുത്ത് ഞെരിച്ചയാൾ കൊല്ലുന്നു. ഈ കൊല്ലുന്നത് കാണുന്ന, അത് കഴുത്ത് പിടഞ്ഞ് മരിക്കുന്നത് കാണുന്ന മറ്റു കോഴികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അത് അവിടെ കിടന്ന് സുഖമായിട്ടിരിക്കട്ടോ. അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് വളരെ വലിയ ശാസ്ത്രമാണ്. ഇത് കഴിക്കുന്ന നമ്മുടെ അവസ്ഥയെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞ ഈ 1/2 ഇഞ്ച് ടേസ്റ്റിന് വേണ്ടി ഒരു ജീവിയെ പോലും വെറുതെ വിടാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ വീട്ടിൽ അരുമയായി വളർത്തിയ കോഴികൾ 2 പേര് വിരുന്ന് വന്നു, വേറെ ഒന്നും കൊടുക്കാനില്ല. അവരെ അരുമയോടുകൂടി തന്നെ അരിയിട്ട് വിളിച്ച് കൊന്നുകളയാനും മടിയില്ലാത്ത അത്ര കാരുണ്യം, അല്ലെങ്കിൽ അത്രയും കരുണയില്ലാത്തവരായിട്ട് നമ്മൾ മാറുന്നു. അപ്പൊ ഈ കൃതികളുടെയൊക്കെ, ഈ മന്ത്രങ്ങളുടെയൊക്കെ, ഈ ശ്ലോകങ്ങളുടെയൊക്കെ പ്രത്യേകത നമ്മളെ ചിന്തിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്നത് എത്രമാത്രം ഈ ലോകത്തിന് ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ, നന്മ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ മണ്ണും ജലം, കനൽ എവിടെയായിരിക്കണത്? കനലുള്ളിൽ തന്നെയാണ്. അമ്പരം, ആകാശം. ആകാശം എവിടെയാണ് നമ്മുടെ ശരീരത്തില്? നമുക്ക് മൂക്കിലിപ്പോ 2 ദ്വാരങ്ങളുണ്ട്, നാവിൽ അതുപോലെ ചെവിയിൽ 2 ദ്വാരങ്ങളുണ്ട്. നവദ്വാരേ പുരേദേഹി എന്ന് പറയുക, 9 ദ്വാരങ്ങളുണ്ട് ശരീരത്തിൽ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആ സ്പേസ് ഒക്കെ എന്താണ്? അമ്പരം, ആകാശം. ഇനി കാറ്റ്. കാറ്റ് എവിടെയാ? കാറ്റുണ്ടെന്ന് പോലും നമ്മൾ അറിയാറില്ലല്ലോ, അല്ലേ? ശ്വാസോച്ഛ്വാസങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് യോഗാധ്യാപകന്റെ അടുത്ത് പോകുമ്പോഴാണ് അദ്ദേഹം പറയും, ദീർഘമായ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കൂ, അപ്പോൾ വലിച്ചു വിടും. ഹോൾഡ് ചെയ്ത് പിടിക്കൂ, ദീർഘമായ ഒരു ശ്വാസം പുറത്തേക്ക് വിടൂ. അപ്പോഴാണ് ഈ ശ്വാസോച്ഛ്വാസമൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് തന്നെ, അല്ലേ? നമ്മുടെ ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രാണനെ നിലനിർത്തുന്ന പ്രാണവായു, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഈ 5നെയും കൊണ്ടുവന്നിട്ടാണ് ആരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ജീവനെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയാണ്. മണ്ണും ജലം കനലും അമ്പരമോടും കാറ്റും
എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. എണ്ണിപ്പിടിച്ച്, അതായത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ സവിശേഷതകളാണ് അല്ലേ? ആത്മാവ് ഒന്ന് തന്നെയാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ്. അതിൻ്റെ അനുപാതത്തിൽ എണ്ണിപ്പിടിച്ച്, എവിടെ അറ? ഗർഭപാത്രമാകുന്ന, അമ്മയുടെ ഗർഭപാത്രമാകുന്ന അറയിലിട്ട് എരിയും കൊളുത്തി. അതായത് അതിന് ജീവൻ കൊടുത്തു. അതുവരെ അതൊരു മാംസകഷ്ണം മാത്രമാണ്, അതൊരു മാംസപിണ്ഡം മാത്രമാണ്. അതിൽ ജീവനെയും ആര് കൊടുത്തു? സാക്ഷാൽ ഭഗവാൻ കൊടുത്തു എന്ന് ഗുരുദേവൻ. ഇത് വല്ലാത്തൊരു സ്മരണയാണ്. ഇതിലേക്ക് പോവാൻ സാധിച്ചാൽ തന്നെ ഗുരുദേവന്റെ അനുഗ്രഹമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗുരുദേവൻ പറയുന്നു, ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നെൻ പിണ്ടത്തിനമൃത് നൽകി വളർത്ത ശംഭോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ജീവനായി അമ്മയുടെ വയറ്റിലൊരു മാംസപിണ്ഡമായി കഴിയുന്ന സമയത്ത് എന്നെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ കിടക്കാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓർമ്മയില്ലെങ്കിലും ശാസ്ത്രം പറയുന്ന കാര്യങ്ങളും അനുഭവസ്ഥൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഇരുട്ട് അറയില് മലമൂത്രങ്ങൾക്കിടയില് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്നറിയില്ല. തനിയെ പുറത്തിറങ്ങാനുള്ള ശക്തി ഇല്ലതാനും ആരും തന്നെ രക്ഷിക്കാൻ വരില്ല. പൂർവജന്മ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്നു. അതാണ് ദണ്ഡപ്പെടുത്തും ഒരു ദേവത എന്ന് പറയുന്നത്. ശിക്ഷിക്കുന്ന ദേവത ആരാണ്? ഒരു ദേവതയും ശിക്ഷിക്കുന്നതായിട്ട് നമുക്കറിയില്ല. പക്ഷെ ശിക്ഷിക്കുന്ന ദേവതയുണ്ട്. നമ്മുടെ പൂർവ്വജന്മ വാസനകളെയാണ് ഗുരുദേവൻ പറയണത്. നമ്മൾ വയറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്ത പാപങ്ങളെയും പുണ്യങ്ങളെയും കുറിച്ചൊക്കെ ഓർക്കൂത്രേ. ഇനി ഭൂമിയിൽ വരുമ്പോൾ ഈ പാപങ്ങളൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് തീരുമാനം എടുത്ത് പുറത്ത് വരുന്നത്. പക്ഷെ പുറത്ത് വരുന്നത് എങ്ങനെയാണ്? ഞാനെല്ലാം കീഴടക്കെന്ന് പറഞ്ഞിട്ട് ആണ് പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് ഗുരുദേവൻ പറയണത്. അപ്പൊ ആ സമയത്ത് എന്നെ ശിക്ഷിക്കുന്ന ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിന് അന്ന് അമൃത് നൽകി വളർത്ത ശംഭു. അമ്മയുടെ വയറ്റിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും മരിച്ചു പോവാം, ഏത് സമയം വേണമെങ്കിലും മൃത്യു എന്നെ അപഹരിക്കാം. ആ സമയത്തൊക്കെ എന്നെ വളർത്തിയ മഹാശക്തി ഞാൻ ഇതാ അവിടത്തേക്ക് സർവവും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ച് വേഗത്തിൽ പോകേണ്ടതുണ്ട്. കല്ലിനകത്തു കുടിവാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന മരീന്ദ്രനും മറ്റെല്ലാരും ഇതിലിരുന്നു വളർന്നിടുന്നു. കല്ലിനകത്തു കുടിവാഴുമൊരൽപ്പജന്തു. ചെറിയ ചെറിയ ഈ പാറയുടെ ഒക്കെ ഇടുക്കുകളിൽ അല്ലേ, അതിന്റെ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൊക്കെ ചില ചില ജീവികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ജീവികളെ കാണുന്ന സമയത്ത് എന്തിനാ ഭഗവാൻ ഈ കൊതുവിനെയൊക്കെ സൃഷ്ടിച്ചത്? ലോകത്തിന് എപ്പോഴും ഉപദ്രവം, അസുഖം പരത്തണം അസുഖം പരത്തണം അല്ലേ, എന്തിനാ ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാറുണ്ട്. ഈ ചെറിയ ചെറിയ ജീവികളിൽ പോലും ഭഗവാന്റെ കാരുണ്യം, നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും കാണാനാവാത്ത കൊറോണ വൈറസ് അല്ലേ, പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ, ഇതിനൊക്കെ എന്തിനാ ഭഗവാൻ ജീവൻ നൽകിയിരിക്കണം എന്നുള്ള ചിന്ത. മനുഷ്യന്റെ സ്വാർത്ഥതയാണ് മനുഷ്യനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. മനുഷ്യനല്ലാതെ വേറെ ഒന്നും പാടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കുളിമുറിയിൽ ഒരു ചിലന്തിയെ കണ്ടു, അപ്പൊ തന്നെ അടിച്ചു കൊന്നു. നമ്മളല്ലാത്ത ഒന്നും പാടില്ല വീട്ടിൽ. കൂറ തുടങ്ങിയിട്ടുള്ള പാറ്റകളെ കണ്ടു, അതിനെ അപ്പം തന്നെ കിറ്റ് വരച്ച് ഓടിച്ചു അല്ലേ. നമ്മളല്ലാത്തതൊന്നും ആ വീട്ടിൽ ജീവിക്കാനായിട്ട് നമ്മുടെ സ്വാർത്ഥത അനുവദിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനെ വളർത്തണം എന്നല്ല, അതിനെ എപ്പോഴും നമ്മളെ നിരന്തരമായിട്ട് മറ്റു ജീവികളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതിൽ വീട് വെച്ചു എന്ന് കരുതി നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മുടെ മാത്രം ആവാസ വ്യവസ്ഥയാണെന്ന്. ഇത് അനേകം ജീവികൾ കുടികൊണ്ട സ്ഥലമാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള അനേകം ജീവികൾ, അതിൻ്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടാണ് അവിടെ ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം നമ്മൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഒരു വൃക്ഷം കുറിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല അത് അനേകം ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. എത്ര പക്ഷികൾ, എത്ര അണ്ണാറക്കണ്ണന്മാര്. അതിനെയൊക്കെ നമ്മൾ നിഷ്കരണം മാറ്റുമ്പോൾ നമ്മൾ അറിയണം, ചെറിയ ജീവി മുതൽ ബ്രഹ്മാവ് വരെ. ശ്രീ ശങ്കരാചാര്യർ തന്റെ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, യാ ബ്രഹ്മാതി പിപീലികാത്ത തനുഷുപ്രോത ജഗൽ സാക്ഷിണി. ഒരു ഈശ്വരൻ ബ്രഹ്മാവ് മുതൽ, സൃഷ്ടികർത്താവ് മുതൽ പിപീലിക ഉറുമ്പ് വരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കോർത്ത കണ്ണികൾ പോലെയാണ് വർത്തിക്കുന്നത്. ഒരു വലിയൊരു ആഹാര ശൃംഖലയുണ്ട്. നമ്മളെ ചേർത്ത് കോർത്ത് നിർത്തുന്ന വലിയ ധർമ്മ
ധർമ്മമുണ്ട്. ആ ധർമ്മം മനുഷ്യനാണ് പലപ്പോഴും മറക്കുന്നത്, പ്രകൃതി അറിയണില്ല. ഇപ്പം നമ്മുടെ ഓണമൊക്കെ വെള്ളത്തിൽ മങ്ങിപ്പോയപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓണം ആഘോഷിക്കാൻ മഴ സമ്മതിക്കണില്ല, ആവശ്യമില്ലാത്ത നേരത്ത് മഴ പെയ്യണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രകൃതിയോട് അടികൂടാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ കാലാവസ്ഥ പ്രതിസന്ധി വരുത്തി വെച്ചതിൻ്റെ പ്രധാന കാരണം നമ്മളും കൂടിയല്ലേ അല്ലേ? വൃക്ഷങ്ങളെ മുറിക്കുന്നു, പുഴയിൽ മാലിന്യം കൊണ്ട് തള്ളുന്നു, ഭൂമിയെ ചൂഷണം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യണില്ലേ? ഇതൊക്കെ ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള വലിയ സൃഷ്ടിജാലമാണ്. പാരസ്പര്യത്തിന്റെ വലിയൊരു സമവാക്യമാണ് ഗുരുദേവൻ നമുക്ക് പകർന്നു തരുന്നത്. വൃക്ഷങ്ങളില്ലെങ്കിൽ നമ്മളില്ല, മറ്റു ജീവജാലങ്ങളില്ലെങ്കിൽ നമ്മളില്ല. ഇതാണ് മനുഷ്യൻ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഇന്ന് വലിയ വലിയ ഡിഗ്രികൾ ഉണ്ടായിട്ടും വൃക്ഷം മുറിച്ചാൽ അതിനെ പകരം വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ജൂൺ 5 ഒരു പരിസ്ഥിതി ദിനത്തിന് വൃക്ഷത്തൈ നടാൻ പോയി. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോ വൃക്ഷത്തൈ തന്നു. എനിക്കൊരു ലക്ഷ്മി തരു വൃക്ഷം കിട്ടി. അപ്പോൾ അവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, ഒരു കപ്പ് വെള്ളവും വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ കുഴിയിൽ വൃക്ഷത്തൈ വെച്ചു, മണ്ണിട്ടു, വെള്ളം ഒഴിച്ചു. അപ്പം എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കണു. അപ്പം ഞാനും എടുത്തു ഒരു സെൽഫി. അപ്പം ഞാനും അതിൽ എൻ്റെ വൃക്ഷസ്നേഹവും പരിസ്ഥിതി ബോധവും ഒക്കെ പറഞ്ഞിട്ട് ഒരു ശ്ലോകമൊക്കെ ഇട്ടു. അപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാർ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ അവർ കളിയാക്കണേ എന്ന് നോക്കിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ കുഴിയിലായിട്ടാണ് 5 വർഷങ്ങളായിട്ട് നട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിയിൽ തന്നെയാണ് 5 വർഷമായിട്ട് ഇവർ വൃക്ഷത്തൈ വെച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത്. അത് ഓർക്ക് ചിരിച്ചു പോയതാണെന്ന്. അപ്പോൾ അത് ചിരിച്ചു തള്ളേണ്ട വിഷയവുമല്ല. അപ്പം മനുഷ്യന്റെ പാരിസ്ഥിതിക ബോധം എന്നത് ആ ഒരു ദിവസത്തെ കാര്യം മാത്രമാണ്. പിന്നെ അതിനെ പരിപാലിക്കുന്നില്ല. അപ്പം എത്ര വലിയ സൂക്ഷ്മതയുടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഗുരുദേവൻ നമ്മളോട് പറയുന്നു. ബ്രഹ്മാവ് മുതൽ അവിടെ അങ്ങോട്ടുള്ള സൃഷ്ടികൾ വരെ ഈശ്വരന്റെ പരമകാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഇതാ ശംഭോ, ഞാൻ അവിടത്തേക്ക് സർവവും സമർപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം